ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിട്ടില്ല ഇനിയില്ലേ? ഇന്നലെ അനിയത്തി മക്കളൊക്കെ വിരുന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടായപ്പം വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇത് ഞാൻ മിഞ്ഞാന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പൂവട ഉണ്ടല്ലോ, പൂവട ഇലയട ഒക്കെ പറയും. നമുക്കിപ്പം ഇലയട എന്ന് പറയും കേട്ടോ. നമ്മൾ വാഴൻ്റെലയിൽ പരത്തിയിട്ടാണ് അട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1.5 കപ്പ് അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട്, 1/2 കപ്പ് മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇലയട ഉണ്ടാക്കുമ്പം അത് പൊട്ടിപ്പോവാതൊക്കെ ഉള്ള ടിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര ഞാൻ ഇവിടെ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ 1.5 കപ്പ് അരിപ്പൊടിയും അതിക്ക് 1/2 കപ്പ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മൈദ ചേർത്തിട്ടാവുമ്പോൾ എന്താ അറിയോ, നമ്മൾ അട ഉണ്ടാക്കുന്ന സമയത്ത് അട ഉണ്ടാക്കി വേവിച്ച് കഴിഞ്ഞാൽ അത് ആവിയിൽ വേവിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടുമല്ലോ, ആ ഒരു ഒട്ടലുണ്ടാവില്ല കേട്ടോ. ഒട്ടും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ശർക്കരയൊക്കെ ഇങ്ങനെ ഒലിച്ച് ആകെ വൃത്തികേടാവും. ചില അടയൊന്നും കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാതൊക്കെ ഉള്ള ടിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ അരിപ്പൊടി മൈദ നല്ലോണം സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്ത്, പിന്നെ നല്ല തിളച്ച വെള്ളം കേട്ടോ ഞാൻ അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് നനച്ചെടുത്താൽ മതി. കറക്റ്റ് വെള്ളത്തിൻ്റെ അളവും കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. നമുക്കറിയാലോ ഇതിങ്ങനെ പൊടി നനയ്ക്കുമ്പോൾ വെള്ളം എത്ര വേണം എന്നുള്ളത്. അങ്ങനെ കുറേശ്ശെ വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ പൊടിയൊക്കെ നനഞ്ഞ് വന്നപ്പോൾ ആദ്യം സ്പൂൺ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്ത്, പിന്നെ അത് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പത്തിരിക്കൊക്കെ മാവ് കുഴച്ചെടുക്കണ പോലെ നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. കട ഉണ്ടാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫില്ലിങ് വേണമല്ലോ, അപ്പോൾ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം ഇനി. അപ്പോൾ ഞാനിത് അവിടെ ഒരു ഫ്രൈ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ശർക്കര കുറച്ച് നേരത്തെ ഉരുക്കി വെച്ചിരുന്നല്ലോ, ആ ഒരു ശർക്കര ഇതാ പിന്നെ അരിച്ചിട്ട് ഞാൻ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശർക്കര എടുക്കുമ്പോൾ എപ്പോഴും അരിച്ചിട്ട് തന്നെ എടുക്കണം കേട്ടോ. പിന്നെ അതേപോലെ ഫ്രിഡ്ജിൽ കുറച്ച് നമ്മൾ ഇതിൻ്റെ മുന്നെടുത്ത് വെച്ചതുണ്ടായിരുന്നു ശർക്കര പാനി, അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു തേങ്ങ ചിരകിയിട്ട് ആ ഒരു തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏലക്കായ നല്ല ജീരകമൊക്കെ പൊടിച്ചതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 4 ഏലക്കായ എടുത്തിട്ട് അതിൻ്റെ കുരു കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കണ കല്ലുണ്ടല്ലോ, ആ ഒരു കല്ലോട്ട് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശർക്കരയും തേങ്ങയും ഇതേപോലെ വേവിച്ചിട്ടാണ് ഫില്ലിങ് റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ ഇതേപോലെ ഇലയട ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ആവി കയറ്റുന്ന സമയത്തുണ്ടല്ലോ, ഈ ശർക്കര ഉരുക്കിയിട്ട് പിന്നെ ഒലിച്ചിട്ട് ആ ഒരു അതിൻ്റെ നമ്മൾ ഇലയട ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ താഴ്മേലൊക്കെ അട വെക്കുമല്ലോ, അപ്പോൾ അതിന്മേൽ കൂടെയൊക്കെ ഒലിച്ചാകെ വൃത്തികേടായിട്ടുണ്ടാവും. ഇതേപോലെ ശർക്കരപ്പാനി ഉരുക്കിയെടുത്താണ്ട് തേങ്ങയും ചേർത്ത് തേങ്ങത്തെ വെള്ളമൊക്കെ ഒന്ന് വലിച്ചെടുത്തിട്ട് ഇതേപോലെ ചെയ്യാണ് ഫില്ലിങ് റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പൂവട ആണെങ്കിലും ഇലയുടെ ആണെങ്കിലും ഒന്നും വൃത്തികേടായിട്ടൊന്നും വരില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും, നമുക്ക് കാണാനും നല്ല ഭംഗി ഉണ്ടാവും. അങ്ങനെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിതാ കുറച്ച് വാഴൻ്റെ ഇതേപോലെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വാഴൻ്റെലൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ. ഇനി നമുക്കിതാ ഇതേപോലെ കുറച്ച് വലിയൊരു ബോൾസ് എടുത്തിട്ട് ഇതേപോലെ വാഴൻ്റെലയിൽ വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കണമെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കുക. കൈ ഇങ്ങനെ ഒന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് അങ്ങനെ പരത്തിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല ഉഷാറായിട്ട് തന്നെ പരന്ന് കിട്ടും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതുപോലെ അല്ലാതെ വേറൊരു മെത്തേഡിലും കൂടെ ഞാൻ കാണിക്കാം. നമ്മൾ കൈപ്പത്തിരിയൊക്കെ പരത്തിയെടുക്കുമല്ലോ, അതേപോലെ ഇങ്ങനെ പരത്തിയെടുക്കുക. ഇനിയിപ്പോൾ വാഴൻ്റെ ഇല ഇല്ലെങ്കിൽ ഈ പൊടുവണ്ണിൻ്റെ ഇല ഉണ്ടല്ലോ, അങ്ങനത്തെ ഇലയിലും ഇതേപോലെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ വാഴൻ്റെ ഇല നമ്മളെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് വാഴൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഫില്ലിങ്ങിന് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഫില്ലിങ് ഒരുപാട് ചേർത്ത് കൊടുത്താൽ ഇത് ഒട്ടിക്കിട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതിൻ്റെ നടുക്ക് കുറച്ച് ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. നമുക്കറിയാലോ ചേർക്കുമ്പോൾ, അപ്പോൾ ഓവറായിട്ട് ചേർക്കണ്ട. അപ്പോൾ ഇത് മതി കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇല ഇങ്ങനെ മടക്കിയിട്ട് അതേപോലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇലയിൽ ചെയ്യുമ്പോഴേ ഒന്നും പൊട്ടിപ്പോവില്ല, നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്നത് വാഴൻ്റെ ഇലയിൽ അതേപോലെ ഒരു ബോൾസ് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേലേക്ക് ഒരു വാഴൻ്റെ ഇല കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ ഒരു പ്ലേറ്റ്
സ്റ്റീലിൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ ഫൈബറിൻ്റെ എന്തെങ്കിലും ഒരു പ്ലേറ്റ് അതേപോലെ ഉള്ളത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ കൈ കൊണ്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ മുകളിലത്തെ വാഴൻ്റെ ഇല അങ്ങോട്ട് എടുത്തിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഫില്ലിങ്ങും ചേർത്ത് കൊടുത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ അത് മടക്കി എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പം എളുപ്പം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതേപോലെ നല്ല സോഫ്റ്റുമാണ് കേട്ടോ ഈ ഒരു ഇലയുടെ. പിന്നെ ഞാൻ ഗിവ് അവേൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേനോ. അപ്പോൾ ഇൻഷാല്ല ഈ മാസത്തെ അല്ല, ജനുവരിത്തെ നമ്മളെ ഗിവ് അവേ വിന്നറെ നാളെ തിരഞ്ഞെടുക്കും കേട്ടോ. ശരിക്കും അത് ശനിയാഴ്ച പറയണമെന്ന് വിചാരിച്ചതാണ് ഞാൻ. അപ്പോൾ ശനിയാഴ്ച നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ അനിയത്തിയും കുട്ടികളൊക്കെ ഉണ്ടായിന് കേട്ടോ അന്ന്, വിരുന്നുകാരും പിന്നെ അതേപോലെ നമ്മൾ സ്റ്റോക്ക് റൂമൊക്കെ സാധനം വരും ഒക്കെ ചെയ്തപ്പോൾ നല്ല തിരക്കേനി അന്ന്. അപ്പോൾ അന്ന് വീഡിയോ ഇടാൻ പറ്റിയതുമില്ല. പിന്നെ ഞായറാഴ്ചയാണ് ഇന്നത്തെ ദിവസം അങ്ങനെ അധികം വ്യൂസൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടലില്ല കേട്ടോ ഞായറാഴ്ച. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടോളണമെന്നില്ല. എല്ലാവർക്കും കല്യാണമോ സൽക്കാരമോ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒഴിവുള്ള ദിവസമല്ലേ. അപ്പോൾ ഇൻഷാല്ലാ തിങ്കളാഴ്ച പറയാം ആരാണ് വിന്നർ എന്നുള്ള കാര്യം. അപ്പോൾ നമ്മളിത് കുറച്ച് മുന്നേ ചെയ്യേണ്ടതേനി. നമുക്ക് 50K സബ്സ്ക്രൈബേഴ്സ് ആയെന്നൊന്നും നമ്മൾ ഗിവേയും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നാളത്തെ വീഡിയോയിൽ നമുക്ക് വിന്നർ പ്രഖ്യാപിക്കാം കേട്ടോ. വീഡിയോക്ക് സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്ന ആൾക്കാരാണ് കേട്ടോ നമ്മൾ ഗിവ് അവേയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നമ്മളെ യൂട്യൂബിൽ YT സ്റ്റുഡിയോ ഉണ്ട്. YT സ്റ്റുഡിയോ തന്നെ നമുക്ക് കാണിച്ചു തരും. യൂട്യൂബ് തന്നെ നമുക്ക് കാണിച്ചു തരും കേട്ടോ ആരാണ് നമ്മളെ വീഡിയോക്ക് ജെന്യുവനായിട്ടുള്ള കമൻറ്റും ലൈക്കും കാര്യങ്ങളൊക്കെ ഇടുന്നത് എന്നുള്ളത് നമുക്ക് അതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അത് സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇലയുടെയൊക്കെ ഉണ്ടാക്കി പിന്നെ ആവി കയറ്റാനൊക്കെ വെച്ചിന് കേട്ടോ. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതാ നമ്മുടെ അട നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പൊട്ടിപ്പോയിട്ടൊന്നുമില്ലല്ലോ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. പിന്നെ ശർക്കരയും തേങ്ങയൊക്കെ നമ്മൾ ഒന്ന് വേവിച്ചിട്ട് ചേർത്തതുകൊണ്ട് ശർക്കര ഒലിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ കുറച്ചൊന്നും ഇങ്ങനെ കളറ് മാറിയിട്ടുണ്ട്, അല്ലാതെ ആ ഒരു പാത്രത്തിലാവുകയോ വൃത്തിയേടാവുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് കട്ടൻ ചായ എടുക്കാം ഒരു ഗ്ലാസ്. അങ്ങനെ കട്ടൻ ചായൻ്റെ കൂടെ നല്ല അടിപൊളിയൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു ഇലയുടെ. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്, എന്നാലും ചില ആൾക്കാരൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടിപ്പോവലുണ്ടെന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ ഇത് എന്നോട് കുറേ മുന്നേ നമ്മളെ വീഡിയോയിൽ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ഇലയുടെ ഉണ്ടാക്കണമെന്ന് കാണിക്കുമെന്നുള്ളത്. അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടി. 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് മൈദ ചേർക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ലെവലിൽ ഇനിയിപ്പോൾ 3 കപ്പ് 2 കപ്പൊക്കെ അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ പിന്നെ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മൈദ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ മക്കളൊക്കെ സ്കൂളിട്ട് വന്ന് പിന്നെ 4 മണി ചായയൊക്കെ കുടിച്ച് ഇനിതാ വൈകുന്നേരത്തിന് കറിയൊന്നും ഇല്ലട്ടെന്ന്. അപ്പോൾ കുറച്ച് മീനുണ്ടായിന് തലേ ദിവസത്തത് ഫ്രിഡ്ജിൽ. അപ്പോൾ അത് കുറേ നേരേക്കണം കേട്ടോ ഇവിടെ ഐസ് വിടാൻ വേണ്ടി പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ച് ഇനിയിപ്പോൾ മീൻ കറി ഉണ്ടാക്കുകയാണ്. ചോറുണ്ട് കേട്ടോ രാവിലെ വെച്ചത്. അപ്പോൾ മീൻ കറിയും ചോറും ആക്കാമെന്ന് വിചാരിച്ചിരുന്നു. ചപ്പാത്തി ഒന്നും ഉണ്ടാക്കണില്ല. പിന്നെ ഉച്ചവരെ എനിക്കൊന്ന് നമ്മളെ സ്റ്റോക്ക് റൂമിൽ പണിയുണ്ടായിനി. അപ്പോൾ പിന്നെ ഉച്ചക്ക് വല്ലാതെ ഒന്നും കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ട് ഞാനും പോയിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ ഇനി വൈകുന്നേരത്തിന് മക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണം കഴിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് മീൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ചട്ടിയൊക്കെ ചൂടായി ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും കടുകൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ മീൻ കറി കേട്ടോ. മീൻ എപ്പോഴും ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കണം. ഇടയ്ക്കൊക്കെ അതേപോലെ മുളകിട്ട കറിയൊക്കെ കഴിക്കണത് എനിക്കും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതേപോലെ വേറെ ഒരു കറി ഉണ്ടാക്കണം. മീൻ പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ മീൻ കറി തന്നെ ഉണ്ടാക്കിയാൽ അതന്നെ മതിയല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ ഉലുവയും കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ മൂത്ത് വന്നതിന് ശേഷം ചെറിയൊരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു സവാള അരിഞ്ഞതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ കറിയൊക്കെ എല്ലാവരും ഉണ്ടാക്കണത് തന്നെയാണ് അല്ലേ, എല്ലാവരും ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെ കേട്ടോ. അപ്പോൾ അല്ലാതെ പ്രത്യേകിച്ച് ഇതിലൊന്നും ഇല്ല. അപ്പോൾ ഇന്ന് പിന്നെ വേറെ വീഡിയോ ഒന്നും ഇടാനും ഇല്ല. അപ്പോൾ ഇന്ന് ഇതും കൂടാണ് ഉൾപ്പെടുത്തതില്ലെന്ന് വിചാരിച്ചതാണ്. ബാച്ചിലേഴ്സിനൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ സവാള അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാനൊരു തക്കാളി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതും അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഇതിക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ വലിയ ജീരകം പൊടിച്ചതും കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ പൊടികളെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷമാണ് തക്കാളി നമ്മൾ അരച്ചെടുത്തത് ചേർക്കുന്നത്. തക്കാളി പൊടികളെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം ചേർത്താൽ മതി. അല്ലാതെ ഉള്ളിയൊക്കെ വാടിയതിന് ശേഷം നമ്മൾ ഈ തക്കാളി അരച്ചത് ചേർത്ത് പിന്നെ അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുത്താൽ നമ്മൾ മീൻ കറി കാണാനൊരു ഭംഗി ഉണ്ടാവില്ല.
മസാലപ്പൊടികൾ എപ്പോഴും ആ എണ്ണയിൽ കടന്നൊന്നും ഇങ്ങോട്ട് മൂത്ത് വരുമല്ലോ. ആ ഒരു മൂത്ത് വരുമ്പോഴാണ് മീൻ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് എന്ത് കറിയാണെങ്കിലും അങ്ങനെ തന്നെ അല്ലേ. ആ വെളിച്ചെണ്ണയിൽ കടന്ന പൊടികളൊക്കെ മസാലപ്പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് പുളിവെള്ളമൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ ഇതാ മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതാ മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാൻ കഷ്ണമീനാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ മത്തിമീനാണെങ്കിലും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി ഉണ്ടാക്കിയാൽ. ആ കറി മാത്രം മതിട്ടോ നമുക്ക് ചോറ് വയ്ക്കാൻ. പിന്നെ വേറെ കറിൻ്റെ ഒന്നും ആവശ്യമില്ല. അതേപോലെ തന്നെ മീനും അതിൽ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ഉപ്പേരി ഒന്നും ഇല്ലെങ്കിലും മീൻ കറിയും കൂട്ടിയിട്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാം. അങ്ങനെ മീൻ കറിയൊക്കെ ആയി. അതൊക്കെ അവിടെ അടച്ച് വെച്ച് പിന്നെ നമ്മൾ ഐഫക്കുട്ടിക്ക് ഇന്നൊരു കരച്ചിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താ എന്ന് ചോദിച്ചാൽ മഞ്ജുമോൾ എന്തോ ചീത്ത പറഞ്ഞതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം ഓളയും കൊണ്ട് പുറത്തു കൂടെ നടക്കാമെന്ന് വിചാരിച്ചു. ഐഫക്കുട്ടിക്ക് അങ്ങനെ ഫോണുമ്മ കളിയൊന്നും ഇല്ല കേട്ടോ. ഓള് സ്കൂളിട്ട് വന്നാൽ ഓളെ ഇഷ്ടം ഇതാണ്. പുറത്തു കൂടെ അങ്ങനെ ഓളൊപ്പം നമ്മളും കൂടി നടക്കണം. അങ്ങനെ ഒരു ഇതാണ് കേട്ടോ. ഞാനിവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അകത്ത് അങ്ങനെ പിന്നെ ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ ഓളെ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണ പോലെയൊക്കെ കളിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓളെ സ്വഭാവം. പല മക്കൾക്കും പല സ്വഭാവമാവുമല്ലോ അല്ലേ. ഒറ്റയ്ക്കല്ല മഞ്ജുമോളും ഉണ്ടാവും കൂട്ടിന്. പക്ഷേ റിച്ചുമോ ഉണ്ടാവില്ല. റിച്ചുമോനും ഓളുമാണ് ഒപ്പം കളിക്കുന്ന ആൾക്കാർ. ഓൻ പിന്നെ മദ്രസക്ക് പോയിട്ടുണ്ടാവും ആ ടൈമിൽ. അപ്പോൾ ഇതാ ഓളയും കൊണ്ട് അങ്ങനെ പുറത്തിറങ്ങി കുറച്ച് നേരം അങ്ങനെ നടക്കുക കേട്ടോ. നമ്മളെ വീട് കണ്ടില്ലേ. നമ്മളെ വീട് ഞങ്ങളോട് പറയില്ലേ ഗ്രൗണ്ട് ഫ്ലോർ ആണെന്നുള്ളത്. അപ്പോൾ നമ്മളെ മുകളിലത്തെ മുറ്റാണ് കേട്ടോ കാണുന്നത്. ഇവിടെ ഈ കെട്ടുണ്ടായതുകൊണ്ട് പിന്നെ ഇവിടെ കുറച്ച് നല്ല താഴ്ചയാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ എന്താ പറയുക ഫില്ലറൊക്കെ കെട്ടി വാർത്തതാണ് കേട്ടോ. കോൺക്രീറ്റ് ഇട്ടതാണ് ഈ ഒരു ഭാഗം, അപ്പുറത്തെ ഭാഗം. പിന്നെ മണ്ണിട്ടിട്ടാണ് കേട്ടോ നമ്മൾ വീട് ഉണ്ടാക്കിയത്. കുറേ മുന്നൊരു വീഡിയോ ഇട്ടീനി ഭൂമിക്കടിയിൽ കിച്ചണുള്ള വീട് എന്നൊക്കെ പറഞ്ഞാണ്ട് ഹോം ടൂർ ഇട്ടീനി കേട്ടോ. അപ്പോൾ അതിന് നല്ല അത്യാവശ്യം നല്ല വ്യൂസും കിട്ടിയിട്ടുണ്ടായിനി. അപ്പം ഞാൻ ഭൂമിക്കടിയിലുള്ള വീട് എന്ന് ഉദ്ദേശിച്ചത് അങ്ങനെ കുറച്ച് ഉയരമുള്ള സ്ഥലമായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. താഴെ ഭാഗത്താണ് നമ്മളെ കിച്ചണും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ദാപ്പുറത്ത് തൊടിയത്തെ മൂച്ചയാണ് ഇട്ടത്. ഇഷ്ടംപോലെ പൂവ് ഉണ്ടായിക്കണം. അതേപോലെ ചെറിയ ചെറിയ കണ്ണിമാങ്ങി ഉണ്ടായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണല്ലേ. പൂവൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. മാങ്ങയൊക്കെ ഉണ്ടാവുമോ എന്നറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇത്ര പൂവൊന്നുമില്ലേനി കേട്ടോ. ഇത്ര മാങ്ങയില്ലേനി. അപ്പോൾ ഇനി ഇപ്രാവശ്യം പൂവൊക്കെ പിടിച്ച് മാങ്ങയൊക്കെ അത്യാവശ്യം ഉണ്ടാവുമോ അല്ലേന്നൊന്നും അറിയില്ല. നമ്മളതല്ല കേട്ടോ മാവ്, അപ്പുറത്തെ തൊടിയത്തെ മാവാണ്. ഞാനും ഉണ്ട് കേട്ടോ ഒരു മാവും തൈയും ഒരു സപ്പോർട്ട് തൈയൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കുഴിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് സമയം കിട്ടിയിട്ടില്ല. അതിനൊക്കെ ഓരോ മൂടുണ്ട് കേട്ടോ. ആ ഒരു മൂഡിനനുസരിച്ചിട്ടാണ് അതൊക്കെ ചെയ്യൽ. അപ്പോൾ ഇപ്പം അതിനുള്ള മൂടില്ല. മുറ്റം കണ്ടില്ല കിടക്കണ്. മുറ്റം വൃത്തിയേടായി കിടക്കുന്നുണ്ട്. അപ്പോൾ മുറ്റം ഒന്ന് അടിച്ചു വാരണം. പിന്നെ ഐഫക്കുട്ടി ഇതാ വട്ടുരുട്ടി കളിക്കാണ് കേട്ടോ. ഇങ്ങനത്തെ കളിയൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉണ്ടാവില്ല അല്ലേ. പക്ഷേ എൻ്റെ മക്കൾ ഐഫക്കുട്ടി മാത്രമല്ല കേട്ടോ, റിച്ചുമോനാണെങ്കിലും മഞ്ജുമോളാണെങ്കിലൊക്കെ പഴയ കളികളൊക്കെ ഓർക്ക് ഇപ്പോഴും ഉണ്ട്. ചോറും കൂട്ടാനൊക്കെ വെച്ച് കളിക്കും. അങ്ങനെയൊക്കെ ഒരു കളിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഓളെ കൂടെ ഞാനും വേണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരാൾ വേണം. റിച്ചുമോനോ മഞ്ജുമോളോ ആരെങ്കിലുമൊക്കെ വേണം. എന്നാൽ പിന്നെ ഓള് റോട്ടിൽ ഇറങ്ങിയിട്ട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കളിക്കും. നമ്മളടുത്ത കുട്ടികളൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. പിന്നെ ഓളെ പ്രായത്തിലുള്ള കുട്ടികളൊന്നും ഇപ്പം നമ്മളെ വീടിൻ്റെ അടുത്തില്ല. അതേപോലെ കണ്ടില്ലേ ഈ മൂച്ചിമൊരു തൊട്ടിയാണ്. ഞങ്ങൾ ഓളെ കുട്ടീൻ്റെ തൊട്ടിയാണ് ഇട്ടത്. അപ്പോൾ ഒരിക്കൽ എങ്ങനെയെങ്കിലുമൊക്കെ നേരം വെളുത്ത് രാത്രിയായി, പിന്നെ നേരം വെളുത്ത് രാത്രിയായി, അങ്ങനെയാണ് ഓരോ ജീവിതം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാളത്തെ വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ. നമ്മളെ വിന്നറെ ആരാണെന്ന് അറിയാനും ആകാംക്ഷ ഇല്ല നിങ്ങൾക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.